കാര്യമറിയാതെ ആളുകൾ ഇതൊരു മാഫിയ സംഘമാണ് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞത്. ഇത് പവർ ഗ്രൂപ്പ്. ഇതിനകത്ത് അത് ഈ ഓൺലൈനായിട്ട് 6 പേര് ഇരുന്നിട്ട് തമ്മിൽ ചർച്ച ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന പരിപാടിയല്ല. സസ്പെൻസ് ത്രില്ലർ എഴുതുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ആണ് ആദ്യം എഴുതുന്നത്, എന്നിട്ട് നമ്മൾ പുറകോട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്ന സിനിമ എടുത്താൽ ഇപ്പോഴും പലരും പറയാറുണ്ട് ആ സിനിമയുടെ ത്രില്ലർ എന്നുള്ള രീതിയിൽ കുറേ കൂടി മെച്ചപ്പെടണമായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസിലാണ് എല്ലാം നിൽക്കുന്നത്. ആ ഒരു ചാൻസിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്, ആ ഒരു ചാൻസിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ ഒരു ചാൻസിനെയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ലളിതമായിട്ട് ഇത് കാണരുത്. ഞാൻ പറയുന്നത് വളരെ ലോജിക്കലായിട്ട് വളരെ ലോജിക്കലായിട്ട് ആലോചിക്കും. നമസ്കാരം പ്രേക്ഷകരെ, ഓണമാണ്. നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്നോടൊപ്പം സിനിമയുടെ സമഗ്ര മേഖലകളിലെ ഒരുപക്ഷെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഓണം ആവുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്ലീശേ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് താങ്കളുടെ ഓണം നിലവിൽ? കാരണം പല സംഘടനകളുടെയും ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രഷർ എല്ലാ യൂണിയനുകളുടെയും തലപ്പത്തിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു പേഴ്സണൽ സ്പേസ്, ഒരു ഓണം ആഘോഷിക്കുന്ന സമയത്താണ്. ഞാനിങ്ങനെ ഓണം ആഘോഷിക്കുന്ന ഒരാളല്ല. തീരെ ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നാട്ടിലൊക്കെ പോകുമായിരുന്നു എന്നല്ലാതെ അല്ലാതെ പ്രത്യേകിച്ചൊരു ഓണാഘോഷം എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത എന്തായാലും ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സാറിൻ്റെ ബർത്ത്ഡേക്ക് മുന്നെയാണ്. ഓബ്വിയസ്ലി ഇത് ടെലികാസ്റ്റ് വരുമ്പോൾ അതിന് ശേഷമായിരിക്കും. സോ കാണുന്നവർക്ക് അതും ആഘോഷമില്ല, അത് ഓർക്കാറുമില്ല, ആഘോഷിക്കാറുമില്ല, അതുമില്ല, ബർത്ത്ഡേസ് നോക്കാറൊന്നുമില്ല. അത് നമ്മൾ ഈ ജോലി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ 18 വർഷത്തോളമായിട്ട് നമ്മളൊരു സംഘടനയുടെ തലപ്പത്തേക്കാണ്, നമ്മളതിൽ യൂസ്ഡ് ടു ആയതുകൊണ്ടാണ്. ഏത് പിറന്നാളൊക്കെ ആഘോഷിക്കാത്തത്? നമ്മൾ ഈ ജോലി അതല്ല, ഞാൻ ജനിച്ച ദിവസം അങ്ങനെ വലിയൊരു ദിവസമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഓക്കെ. ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരു ട്രസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഈ ജനറൽ സെക്രട്ടറി പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും താങ്കൾ ഒരു 3 മാസം മുമ്പാണ് റിസൈൻ ചെയ്യുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. പക്ഷെ അത് ഏകകണ്ഠേന അത് വേണ്ട എന്ന് പറയുന്നത് ട്രസ്റ്റാണോ? ആളുകളുടെ ഉള്ളിൽ നേടിയെടുത്ത അവിശ്വാസ്യതയാണോ ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും പിടിച്ചു നിർത്തി? ആയിരിക്കാം. കുറേ നാളായിട്ട് എനിക്ക് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പതുക്കെ പിന്മാറിയാൽ കൊള്ളാമെന്നുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഇപ്പോൾ 18 വർഷമായി ഞാൻ. 2014 മുതൽ ഓൾ ഇന്ത്യൻ ഫിലിം എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെയും ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ അന്യഭാഷകളിലെ ഫെഡറേഷൻസും ഇതേയും കാര്യങ്ങൾ നോക്കേണ്ട ബാധ്യതയുണ്ട്. ഇപ്പോൾ അടുത്ത മാസം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് 18 വർഷമായിട്ട് ഫെഫ്ക കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു ചലച്ചിത്ര തൊഴിലാളി സംഘടനയ്ക്കും കൈവരിക്കാൻ കഴിയാത്തതാണ്. ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി, അതായത് ഔട്ട്സോഴ്സ് ചെയ്യാതെ സ്വന്തം സംഘടനകളുടെ വരുമാന സ്രോതസ്സുകളും അംഗങ്ങളുടെ പങ്കാളിത്തം ഉപയോഗിച്ച് ഒരംഗത്തിന് പ്രതിവർഷം 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്നൊരു പദ്ധതി ശ്രീ കമലഹാസൻ പറഞ്ഞത് ലോകത്തൊരു ട്രേഡ് യൂണിയനും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉള്ള സംഘടനയാണ് ഫെഫ്ക. 18 വർഷം കൊണ്ട് വളരെ കെട്ടുറപ്പുള്ളൊരു സംഘടനയായിട്ട് മാറി. പക്ഷേ ആ സംഘടനയ്ക്ക് എപ്പോഴും ഒരു മുഖം വേണ്ട. ഒരു വ്യക്തിയിലേക്കൊരു സംഘടന ദീർഘകാലം കേന്ദ്രീകരിക്കപ്പെടുന്നത് ആ സംഘടനയുടെ ആരോഗ്യപരമായ നിലനിൽപ്പിന് നല്ലതല്ല എന്നൊരു തോന്നൽ എനിക്ക് കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ പല വട്ടം ഞാനത് പറഞ്ഞപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ എന്ത് ചെയ്തു, ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചു, 7 അംഗ. അപ്പോൾ അവർ പറഞ്ഞു പരമാവധി കാര്യങ്ങൾ അവർ നടത്തട്ടെ. സ്റ്റിയറിംഗ് കമ്മിറ്റി ഞാനാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പം പരമാവധി കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഈ പരാതിയുടെ പരിഹാരം ഒക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റി നടത്തട്ടെ. നിങ്ങൾ വളരെ അവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി. അങ്ങനെ ഒരു സ്പേസ് അവരെനിക്ക് ഉണ്ടാക്കി തരാനായിട്ട് തയ്യാറായി. പക്ഷേ താങ്കൾക്കറിയാവുന്നതുപോലെ നമുക്കങ്ങനെ ഒരു സ്പേസ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ കഴിയില്ല. പോയി ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഒരു വലിയ ചർച്ചകൾ, സംഘടനാപരമായി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇടപെടേണ്ടി വന്നു. അവിടെയൊക്കെ എനിക്ക് സജീവമായിട്ട്
ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ വളരെ മികച്ച രീതിയിൽ ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഷിബു സുശീലൻ, സതീശൻ, GS വിജയൻ, അനീഷ്, ബെന്നി, വിപിൻ, സുരേഷ്, ഇങ്ങനെ ഇത്രയും ആളുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഓരോ അംഗത്തിനും 3 യൂണിയൻ്റെ ചാർജാവുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡീസെൻട്രലൈസേഷൻ അതിനകത്തുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സിനിമയിലും ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 98-99 ആണ്. അപ്പോൾ 28 വർഷത്തോളം ആകുന്നു. അപ്പം ഒരു ടോട്ടൽ ബ്രേക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ജനറൽ കൗൺസിലിൽ അത് വളരെ വ്യക്തിപരമായിട്ട് അങ്ങനൊരു കാര്യം പറയുന്നത്. കൂടുതൽ എനിക്ക് സ്വന്തമായിട്ട് സമയം വേണം എന്നുള്ളത്. അത് വലിയ ചർച്ചയായി. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ 18 വർഷമായിട്ട് അവരെന്നോട് യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പെട്ടെന്ന് അവർക്ക് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും എന്നോട് തുടരണമെന്നും വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം സമയം ആവശ്യപ്പെടുകയുള്ളൂ എന്ന് പതിവ് പോലെ പറയുകയും ഞാൻ തുടരുകയും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും അതിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയുമുണ്ട് എന്നുള്ളതാണ്. അത് ട്രസ്റ്റ് ആവാം, ഫെമിലിയാരിറ്റി ആവാം. ഒരാളെ നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ശീലമാണല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാവാം. ആർക്കും ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിൽ 18 വർഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തുടരണമെന്ന് ഒരു സംഘടനയിലെ ആളുകൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രസ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്തത്. അല്ലാതെ വെറുതെ ബി ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തീരുമാനം എന്ന് പറയുന്നത് ചെറിയ തീരുമാനം അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 18 വർഷമായിട്ട് നമ്മളൊരു എല്ലാവരുടെയും പരാതികൾ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഫിഫ്കയുടെ ഒരു ജനറൽ ബോഡിയിൽ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് പരാതി പറയാൻ അല്ലെങ്കിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് പറയുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അത് കേൾക്കുന്നതും വലിപ്പച്ചെറുപ്പമൊന്നും നോക്കാതെ അവർക്ക് മറുപടി കൊടുക്കുന്നതും നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ഈ ഹൈറാർക്കി ഇല്ലാതെ ഓരോരുത്തരോടും പെരുമാറാൻ കഴിയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? അല്ല, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഫെഫ്ക ഒരു ട്രേഡ് യൂണിയനാണ്. വിദ്യാർത്ഥി ജീവിതം മുതൽ എൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എനിക്കുണ്ട്. അപ്പോൾ ആ മുഖ്യധാര ഇടതുപക്ഷങ്ങളെ നമുക്ക് വിമർശിക്കാനും സാധിക്കും. അപ്പോൾ എന്നെ എന്നും ഡ്രൈവ് ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. അതോടൊപ്പം അരികുവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ രാഷ്ട്രീയം, ശബ്ദം. നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പൂർണ്ണമായും ആ രാഷ്ട്രീയം, അതായത് ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം, അത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം പൂർണ്ണമായും അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ കഴിവതും അങ്ങനെ അവകാശപ്പെടുന്നു. 18 വർഷം മുമ്പ് ഫെഫ്ക പ്രവർത്തനം ആരംഭിക്കുമ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൃത്യമായൊരു സമയവ്യവസ്ഥ അവർക്കില്ലായിരുന്നു. രാവിലെ 6 മണിക്ക് പോയാൽ പിറ്റേ ദിവസം 6 മണി വരെ ഷൂട്ട് ചെയ്താലും ഒരു ദിവസത്തെ വേതനമായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫെഫ്ക വന്നതിന് ശേഷം ഡബിൾസ് എന്ന് പറയുന്ന പടം, സോഹൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്, മമ്മൂക്കയുടെ പടമാണ്. ആ പടത്തിൻ്റെ നൈറ്റ് ഷൂട്ട് ഞങ്ങൾ നിർത്തിവെച്ചു. അതാണ് ഫെഫ്ക ചെയ്ത ആദ്യത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. ഒരു അഗ്രസീവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന. അങ്ങനെ അഗ്രസീവായിട്ട് അധിക കാര്യങ്ങളൊന്നും ഫെഫ്ക ചെയ്തിട്ടുമില്ല, ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം നിർത്തിവെക്കുകയും 9:00 ശേഷമുള്ള വർക്ക് ചെയ്യുന്നതിന് ഓവർ ടൈം ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ചർച്ച പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ഉണ്ടായിട്ടാണ് 4 മണിക്കൂറിന് ഹാഫ് ബാറ്റ എന്നും അടുത്ത 4 മണിക്കൂറിന് ഹാഫ് ബാറ്റ എന്നും ഒരു സിസ്റ്റം വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, കേരളം പോലൊരു സ്ഥലത്ത് 2010 സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത്രയും കാലം എടുത്തു. അത്രയും കാലം ഇപ്പോൾ എന്തായിരുന്നു തൊഴിലാളികളുടെ അവസ്ഥ? യാതൊരു സമയവ്യവസ്ഥയുമില്ല. അന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്, അവർ നല്ല വെൽ മീനിങ് ആയിട്ടായിരിക്കും അവർ പറയുന്നത്, പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു എന്നറിയോ?
നിങ്ങളിപ്പോൾ വന്നതോടുകൂടി എല്ലാത്തിനും കണക്ക് വെച്ച് നിങ്ങൾ പൈസ പറയാം. പണ്ട് ഞങ്ങൾ അങ്ങനെയല്ല, ഭയങ്കര സൗഹാർദ്ദമായിരുന്നു, ആരും ഒന്നും ചോദിക്കില്ലായിരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ എന്തെങ്കിലും കൂടുതൽ കൊടുത്തേനെ. അപ്പോൾ ഈ സന്തോഷം, ജനറോസിറ്റി, ഇതൊക്കെയാണ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, അല്ലാതെ കൃത്യമായ വേതന വ്യവസ്ഥയല്ല എന്നുള്ള ഒരു അബോധമായിട്ടുള്ള ബോധ്യം സിനിമാ രംഗത്തുണ്ടായിരുന്നു. അത് മാറ്റാനാണ് ഫെഫ്ക ശ്രമിച്ചതും സാധ്യമായി. ഇപ്പോൾ കൃത്യമായ സമയവ്യവസ്ഥ നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വേതന വ്യവസ്ഥയിൽ നമ്മൾ 12 മണിക്കൂറാക്കി, വിശ്രമം 1 മണിക്കൂർ കമ്പൽസറി ആയി. അത് വളരെ വലിയ ചേഞ്ചാണ്. അപ്പോൾ അതിന് 1 മിനിറ്റ് ഇപ്പം മുമ്പോട്ട് പോയാൽ നമ്മൾ ഓവർ ടൈം തൊഴിലാളികൾക്ക് കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തുറസുകൾ, നമ്മുടെ സിനിമയുടെ എല്ലാ മേഖലകളിലും അടിസ്ഥാനവർഗ തൊഴിലാളിയുടെ അഭിമാനം ഊട്ടിയുറപ്പിക്കാൻ, അവകാശം ഊട്ടിയുറപ്പിക്കാൻ ഫെഫ്കയ്ക്ക് സാധിച്ചു. അത് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സമഭാവനയോടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് തന്നെ അതിനെ നമ്മൾ വളരെ റൊമാൻറ്റിക്കായിട്ട് കാണുന്നതാണ്. അല്ലാതെ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? നമ്മൾ ഒരാളെ ഈക്വൽ അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുക? കേൾക്കാതിരിക്കുകയല്ലോ. പക്ഷേ കേൾക്കുന്ന ഒരു ജനാധിപത്യ മര്യാദ ഫെഫ്കയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഉറപ്പാക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ഡിബേറ്റ് വരുമ്പോഴോ ഒക്കെ കാര്യമറിയാതെ ആളുകൾ ഇതൊരു മാഫിയ സംഘമാണ്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പാണ് എന്നൊക്കെ പറയും. ഹിന്ദു പവർ ഗ്രൂപ്പ്. ഇതിനകത്ത് 12,500 തൊഴിലാളികളാണുള്ളത്. ഞാൻ കഴിഞ്ഞ സർക്കാർ സിനിമാ നയം രൂപീകരിക്കാനായിട്ട് തിരുവനന്തപുരത്ത് 2 ദിവസത്തെ 3 ദിവസത്തെ ഒരു പരിപാടി കോൺക്ലേവ് നടത്തിയല്ലോ. അന്ന് ഞാൻ പങ്കെടുത്ത ഒരു സെമിനാറിൽ ഇവിടുത്തെ സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തിലെ ഒരാൾ ഫെഫ്ക ഒരു ട്രേഡ് യൂണിയൻ അല്ല, അതൊരു വെൽഫെയർ ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ എന്താണെന്ന് ട്രേഡ് യൂണിയൻ അടിച്ചു കൊടുക്കുന്ന മുദ്ര അവരുടെ കയ്യിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ ഇതിനകത്തെ 12,500 തൊഴിലാളികൾക്കും ബോധ്യമുണ്ട് ഫെഫ്ക ഒരു തൊഴിലാളി സംഘടനയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാനോ ബദൽ ആയിട്ടൊരു അവകാശവാദം നടത്താനോ ഒന്നും നമ്മൾ തയ്യാറാകാറില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സംഘടന നാൾക്ക് നാൾ ശക്തിപ്പെടുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വനിതകളുടെ സംഘടന എന്ന് അവകാശപ്പെടുന്ന എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഒരു ക്ലെയിം അല്ലേ അത്? ഒരു ക്ലെയിമാണല്ലോ. ആ ക്ലെയിമിനെ ഞാൻ അങ്ങനെ കാണുന്നു. അതിൻ്റെ പ്രസക്തി ഞാൻ കുറച്ച് കാണുന്നില്ല. ഓക്കെ. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ട് വനിതകൾ, തൊഴിലാളികൾ, അടിസ്ഥാനവർഗ തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഈ ഓൺലൈനായിട്ട് 6 പേരിരുന്നിട്ട് തമ്മിൽ ചർച്ച ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന പരിപാടിയല്ല. അവർ പാത്രം കഴുകുന്നവരാണ്, തയ്ക്കുന്നവരാണ്, ചമയം ഒരുക്കി കൊടുക്കുന്നവരാണ്, തയ്ക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് തൊഴിലിടവുമായിട്ട് ബന്ധപ്പെട്ട്. അത് വരണ്യ വർഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അവരുടേത്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്യുന്നൊരു സംഘടനയാണ് ഫെഫ്ക. ഫെഫ്കയ്ക്ക് കൊണ്ടൊരു കോർ കമ്മിറ്റി ഫോർ വിമൻ. സ്ത്രീകൾ പരാതി പറഞ്ഞാൽ സ്ത്രീകളാണ് കേൾക്കുന്നത്, ഇടപെടുന്നത്. അത് അല്ലെങ്കിൽ ഈ സംഘടന ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ. ഓക്കെ. ഈ സസ്പെൻസ് ത്രില്ലേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഇപ്പോൾ IG ആവട്ടെ, ടൈഗർ ആവട്ടെ, ഗ്രാൻഡ് മാസ്റ്റർ ആയിക്കോട്ടെ. ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. ബട്ട് ഞാൻ ടൈഗറും IG കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കുക, ബിക്കോസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് അതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ്സ്. ഇപ്പം GP ആണ് ലാസ്റ്റ് വില്ലനായി വരുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. ടൈഗറിലെ മുസാഫർ ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ എഴുതുന്ന സമയത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബാരിയർ വയ്ക്കാറുണ്ടോ? അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നെ കഴിഞ്ഞ ഫോം ഓഫ് വർക്ക് വെച്ച് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ സസ്പെൻസ് ത്രില്ലർ എഴുതുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ആണ് ആദ്യം എഴുതുന്നത്. സീരിയസ്ലി? ഇത് നമ്മൾ പുറകോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. നമ്മളൊരു ബേസിക് ക്രൈമും അതിൻ്റെ റെസൊല്യൂഷനും നമ്മൾ ആദ്യമേ ഉണ്ടാക്കുന്നു. ആദ്യം ഇന്ന ആളാണ്, ഇതാണ്. അപ്പോൾ അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള അഗത ക്രിസ്റ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ വില്ലനിൽ ലാൽ സാറിന് ഒരു ഡയലോഗുണ്ട്, എല്ലാ ക്രൈമും സിമ്പിളാണ്.
ബേസിക്കലി എല്ലാ ക്രൈമും വളരെ സിമ്പിളാണ്. കാര്യം ഒരു മോട്ടീവുണ്ട്, ഒരാളുണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ വളരെ ലീനിയറായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രൈമാണുള്ളത് അല്ലേ. ഇപ്പം വിവാഹമുറപ്പിച്ച ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന് അവരുടെ ഫിയാൻസിയെ തള്ളിയിട്ട് കൊന്നു. ഇപ്പം നടന്ന കാര്യമാണ്. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ വളരെ ലീനിയറാണ്. ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്, ഇയാളുമായിട്ട് താല്പര്യമില്ല, ഇയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നു, കഴിയും. അപ്പോൾ അതിൻ്റെ ട്രാവൽ വളരെ ലീനിയറും സിമ്പിളുമാണ് മോട്ടീവ്. പക്ഷേ നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കൂ, ഇവൻ്റ് തുടങ്ങുമ്പോൾ ഒരാൾ ആക്സിഡൻ്റലായിട്ട് വീഴുന്നു എന്താ, അവിടെ നിന്ന് മുതൽ നമ്മൾ പുറകോട്ട് നോക്കുകയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ കുരുക്കുകളും റെഡ് ഹെറിങ്സും ഉണ്ടാക്കേണ്ടത്, വേറെ ആരോ ആണോ എന്നൊക്കെ ഉള്ള സംഗതികളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നല്ല പണി ആവശ്യമുള്ള സംഗതിയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടു മെനി ക്രൈം ത്രില്ലേഴ്സ് അല്ലേ, എല്ലാം ഒരുപാട് പടങ്ങളിങ്ങനെ വരികയും സീരിയൽ കില്ലർമാരെ കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അതിനെക്കുറിച്ച്, അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറിയായി. കാരണം ഇനി നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ഒരു സംഗതി അതിനകത്ത് കിട്ടണം എന്നുണ്ട്. ഇപ്പം ഞാൻ ടൈഗർ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു മറച്ചിൽ അന്ന് സിനിമയിൽ പരിചിതമല്ലാത്ത കാര്യം, വളരെ ന്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ചെയ്തപ്പോൾ ഒരു സീരിയൽ കില്ലറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതല്ല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ എലിമെൻ്റ് പത്മനാഭൻ സാർ തണുത്ത വെളുപ്പാങ്കാലത്ത് അപ്പോൾ സുരേഷ് ഗോപിയാണെന്ന് നമ്മൾ അത് ബേസിക്കലി ഒരു അഗത ക്രിസ്റ്റി എലിമെൻ്റാണ്. അപ്പോൾ അദ്ദേഹവും അഗത ക്രിസ്റ്റി ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്. അത്തരം കാര്യങ്ങളിലാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്ന സിനിമ എടുത്താൽ ഇപ്പോഴും പലരും പറയാറുണ്ട് ആ സിനിമയുടെ ത്രില്ലർ എന്നുള്ള രീതിയിൽ കുറേ കൂടി മെച്ചപ്പെടണമായിരുന്നു, ഭയങ്കര ക്യാരക്ടറാണ് മോഹൻലാൽ. പക്ഷേ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയുമാണ്, എൻ്റെ ഫേവറേറ്റ് സിനിമയാണ്. പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷനേ അതല്ലായിരുന്നു ആ സിനിമ. ഇമോഷണൽ രീതിയിൽ എൻ്റെ സിനിമയിൽ പ്രതികാരവും ഗിൽറ്റും എങ്ങനെയാണ് ഒരു നായക, അതായത് രണ്ട് പേര്, അതായത് നിയമം ഞാൻ നടപ്പിലാക്കാമെന്ന് പറയുന്ന ഒരാളും നിയമം നടപ്പിലാക്കേണ്ട ഒരാൾ അങ്ങനെ ചെയ്ത ഒരു ഗിൽറ്റും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷനായിരുന്നു എൻ്റെ കൺസേൺ. അപ്പോൾ അതിനകത്ത് അത് നല്ലതോ ചീത്തയോ എന്നൊക്കെയുള്ള പ്രശ്നമാണ് വേറെയാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു അതിനകത്തുള്ളൊരു ആശയം വെച്ച് ചെയ്ത ഒരു സിനിമയും, അപ്പോൾ അതിനകത്തെ പല ലൈൻസും എന്നോട് വളരെ അടുത്ത്, ഞാൻ ഭയങ്കര ഇൻറ്റിമേറ്റായിട്ട് എഴുതിയ ഒരുപാട്, ഇപ്പം നത്തിങ് ഈസ് ബ്ലാക്ക്, നത്തിങ് ഈസ് വൈറ്റ്, എവറിത്തിങ് ഈസ് ഗ്രേ എന്ന് പറയുന്നുണ്ട്, റിവെഞ്ച് ഈസ് എ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എലിമെൻറ്റ്സ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും എനിക്ക് ലാൽ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് അദ്ദേഹത്തിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയത് ആ സിനിമ. അപ്പം നിങ്ങളിപ്പം അതിനകത്ത് ഭാര്യയെ ദയാവധം ചെയ്യുന്ന മുഹൂർത്തം എടുത്ത് നോക്കിയാൽ ആ ലോസിലുള്ള ഒരു ഭീകരമായിട്ടുള്ള തകർച്ചയും എന്നാൽ അവർക്ക് കൊടുക്കുന്ന വിമുക്തിയിലുള്ള ഭയങ്കരമായൊരു ആനന്ദവും ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടുന്ന സീനാണ് ഈ കോൺഫ്ലിക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ദയാവധത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളെയും നിർണ്ണയിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ലെയറുകളിൽ എനിക്ക് പറയാം, അതെത്ര പേര് മനസ്സിലാക്കുന്നു, എത്ര പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേര് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ അഭിപ്രായമുള്ള ആളാണ്, അതിനെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ഹാപ്പി. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു സാർ, എനിക്ക് തോന്നുന്നു വില്ലൻ്റെ പ്രൊമോഷൻ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു തോട്ട് ഇറ്റ് വാസ് എ ത്രില്ലർ ഫിലിം എന്നുള്ളതായിരുന്നു. ഇറ്റ് വാസ് മാർക്കറ്റഡ് ഇൻ ദാറ്റ് വേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ ഇന്നായി സീയിങ് ആൻ ഇമോഷണൽ സൈഡ് ഓഫ് മോഹൻലാൽ, കഥ അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ത്രില്ലിംഗ് എലമെൻറ്റ് കുറവാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞത്. ബിക്കോസ് അതിന് അത്രയും വലിപ്പങ്ങൾ ഇപ്പോൾ വിശാലിനെ നമ്മളന്ന് കാസ്റ്റ് ചെയ്ത് ആദ്യം പൃഥ്വിരാജിനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തത്. വിശാൽ ഹൻസിക. അപ്പം പൃഥ്വിരാജിന് എന്തോ അന്ന് ഡേറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോക്ലിൻ വെങ്കടേഷ് എന്ന് എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതും വലിയ നിർമ്മാതാവാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പല ലാംഗ്വേജിൽ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകണം, ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ കാസ്റ്റൊക്കെ അങ്ങനെ ഒരു പല ലാംഗ്വേജിൽ നിന്നൊക്കെ വരികയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ അതൊന്നും വേറൊരാളുടെ ഉത്തരവാദിത്വമല്ല, എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്.
ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ സിനിമ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓക്കെ ഫൈൻ. ഇപ്പം പ്രതിച്ഛായ കഴിഞ്ഞിട്ട് കേട്ടൊരു റൂമറാണ്, ഐ ഡോണ്ട് നോ, കുറച്ച് നാളത്തേക്ക് സിനിമ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം താങ്കൾ എടുത്തിരുന്നു? ഇപ്പോഴും അങ്ങനെയാണ്. അത് റൂമറല്ല, ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെയില്ല. ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിലുടനീളം അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു ട്രജക്ടറി ഉള്ള ആളാണ് ഞാൻ അധ്യാപകനാകാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പലയിടത്തും അത്യാവശ്യം അധ്യാപനമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നും അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള എഴുത്തുകളും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ജോലി കിട്ടാതായപ്പോൾ ഒരു സീ ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ 2 വർഷം. അതിനുശേഷം ഞാൻ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പൈസ പോയിട്ടുണ്ട്. പിന്നെ സിനിമയിലെത്തിയ. അപ്പോൾ എനിക്ക് കുറേ നാൾ ഒരു സാധനം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് നമുക്കൊരു ബാധ്യതയില്ലല്ലോ, 2 വർഷത്തിലൊരിക്കൽ ചെയ്യാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വേറെ ഒരു തരത്തിലുള്ള ഒരു സ്പേസ് എനിക്കിവിടെ ഉണ്ട്. ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് എന്ന രീതിയിലുള്ള. ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ഫെഫ്കയുടെ ജനറൽ കൗൺസിലിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ ടൗൺ ഹാളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ദിവസം വരുമല്ലോ, അപ്പോൾ ഈ ആകാശത്തേക്ക് വെടിവെക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ കാലശേഷം ഞാൻ ചെയ്ത സിനിമകളുടെ പേരിലായിരിക്കാൻ അതിനേക്കാൾ കൂടുതൽ മലയാളത്തിലെ അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ രേഖപ്പെടുത്തുന്നതാവാം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമെന്ന് ഞാൻ തോന്നുന്നു. അതൊരു നേതാവ് എന്നുള്ള മട്ടിലല്ല, അവരിൽ ഒരാളായി പ്രവർത്തിച്ച, അവരോടൊപ്പം പണിയെടുത്ത ഒരാൾ എന്ന രീതിയിൽ എഴുതി വയ്ക്കപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ ബേസിക്കലി എന്താണ്, സ്വന്തമായി ഒരു സമയമെടുത്ത് വായിക്കുക, പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. എനിക്ക് വേറൊരു തരത്തിലുള്ള അതർ ലൈഫുള്ള ഒരാളാണ് ട്രാവൽ. അപ്പോൾ അതിനൊക്കെ കുറേ കൂടി സമയം കണ്ടെത്താം എന്ന് പറയുന്നു. പിന്നെ എക്സൈറ്റ് ചെയ്യുന്നില്ല പഴയതുപോലെ, അങ്ങനൊരു വിഷയവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ഇപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ സിനിമ ചെയ്യില്ല എന്നുള്ളതല്ല. ഇൻഫാക്റ്റ് ഞാൻ അടുത്ത വർഷം ഒരു സിനിമ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഐ എം ടേക്കിംഗ് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ. പ്രഷേഴ്സ് ഒന്നുമില്ല, ഡെഡ് ലൈൻസ് ഇല്ല. അതെനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. വെളിയിൽ നിൽക്കുന്ന കാഴ്ചയല്ലല്ലോ നമ്മൾ. ഈ വളരെ നിസ്സാരമായിട്ട് ഇത് വിട്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല. വളരെ പരിമിതമായിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, റിസൈൻ ചെയ്യാമെന്ന് ഡിസിഷൻ എടുക്കുന്ന ആ ദിവസത്തെ തലേ ദിവസം രാത്രി ആരോടെങ്കിലും സംസാരിച്ചിരുന്നത്? ഇല്ല. ഒറ്റ ആളോട് ചോദിച്ചില്ല. എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഉണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിനി ഒരാൾ വരണം, ഇത് എത്രയോ നാളായിട്ട് കിടക്കുന്ന ചർച്ച. എപ്പോഴും അതല്ലേ പറയുന്നത്, പകരം ഒരാൾ വരണം, അയക്ക് സമയം എടുക്കുന്നതല്ലേ പറയും. പക്ഷെ അങ്ങനെ അത് നീട്ടിവെക്കപ്പെടുമ്പോൾ അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഉണ്ടാവും ആരെങ്കിലും. ആരും ഒന്നും ഇൻഡിസ്പെൻസിബിൾ അല്ല, മനസ്സിലായോ? അത് ലോകത്ത് ഒഴിവാക്കപ്പെടാൻ കഴിയാത്തതായിട്ട് ആരുമില്ല, ഒന്നുമില്ല. നമ്മൾ പറയും അപരിഹാര്യമായ നഷ്ടം, തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ അടുത്ത കാലത്ത് ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയ കാര്യം ജാനകിയമ്മയുടെ മരണമാണ്. ഷീസ് മൈ എന്താ പറയേണ്ടത്, ജീവശ്വാസം പോലെ എനിക്ക് പ്രിയപ്പെട്ട ഗായികയാണ്. പക്ഷെ അവർ പാട്ട് നിർത്തിയിട്ട് എത്രയോ നാളായി. സിനിമാ സംഗീതം തുടരുന്നുണ്ട് അല്ലേ?
ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മ ഉണ്ടാവുള്ളൂ, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ദ ഷോ വിൽ ഗോ ഓൺ എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണന് പകരം വരുന്ന ഒരാൾ ഉണ്ണികൃഷ്ണനാവില്ല, ഉണ്ണികൃഷ്ണനേക്കാൾ മികച്ചതാവാം. ഞാൻ എടുക്കുന്ന ഡിസിഷനെ പോലെ ആയിരിക്കില്ല അയാൾ പല ഡിസിഷനും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചാൻസിലാണ് എല്ലാം നിൽക്കുന്നത്. ആ ഒരു ചാൻസിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്, ആ ഒരു ചാൻസിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ ഒരു ചാൻസിനെയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഈസ് എ പ്ലേ ഓഫ് ചാൻസസ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, മുഖം നോക്കാതെ ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ബി ഉണ്ണികൃഷ്ണന് ശത്രുക്കളുണ്ട് ഇഷ്ടം പോലെ. എന്നെ യേശൊന്നുമില്ല അത് ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ. അതെനിക്ക് ഇൻഡസ്ട്രിക്കുള്ളിലോ വെളിയിലോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? വൈ ഷുഡ് ഐ ഹാൻഡിൽ? പ്ലസന്റ് ഫേസ് ഞാനെന്തിനാ ഹാൻഡിൽ ചെയ്യുന്നത്? അവർക്ക് എന്നോടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനെന്തിനാ ഹാൻഡിൽ ചെയ്യുന്നത്? അവർ ഹാൻഡിൽ ചെയ്യട്ടെ, അത് ഞാനെന്തിനാ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഒരു പ്ലസന്റ് ഫേസ്, എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ച് സംസാരിക്കുക, എല്ലാവരെയും പ്ലീസ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുക. ഇറ്റ്സ് വെരി എവിഡന്റ് ഇൻ ദ ഇൻഡസ്ട്രി അല്ലേ? അങ്ങനെ നടക്കുകയും അങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചിരിക്കാറില്ലേ? സി, ചില സമയത്ത് പറയാതിരിക്കാം, പക്ഷേ യു വിൽ കം അപ്പ് വിത്ത് ദാറ്റ് ആൻസർ. അങ്ങനെ തീർച്ചയായിട്ടും പറയും. എനിക്ക് ബോധ്യമുള്ള കാര്യം, എനിക്ക് പറയേണ്ട സന്ദർഭങ്ങളിൽ നിലപാട് എനിക്ക് പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതിനകത്ത് ഞാൻ മറ്റു കാര്യങ്ങൾ ആലോചിക്കാറില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ശത്രുതയോ ആളുകൾക്കുള്ള ഒരു മറ്റു പ്രശ്നങ്ങളോ അതിന് ഞാൻ ഉള്ളിലോട്ട് എടുക്കാറില്ല. അത് അവർക്കാ തോന്നണേ, അപ്പോൾ അവരത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നെ നമ്മുടെ ശക്തി എപ്പോഴും അളക്കേണ്ടത് നമ്മുടെ ശത്രുവിൻ്റെ ശക്തി വെച്ചിട്ടാണ്. അക്കാര്യത്തിൽ പലപ്പോഴും ഞാൻ നിർഭാഗ്യവാനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വലുതുണ്ട്. പൊളിറ്റിക്സിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഞങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് യൂണിയൻ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. ഈസ് ഇറ്റ് നെസസറി? ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് പറയാം. അത് ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ ഇതുപോലുള്ള വിഷയങ്ങൾ പ്രതികരിക്കണം എന്നുള്ള നിർബന്ധം സോഷ്യൽ മീഡിയയിൽ പരക്കെ ആളുകൾ ഉന്നയിക്കാറുണ്ട്. ഇന്ന ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കാറുണ്ട്, ഇന്ന വ്യക്തി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിക്കാറുണ്ട്. പ്രതികരിച്ചാൽ അതിൽ ഏത് സ്റ്റാൻഡാണെന്ന് വ്യക്തമാക്കണമെന്ന രീതിയിലുണ്ടാകാറുണ്ട്. ഒന്ന്, സെലിബ്രിറ്റികൾ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കണമോ? രണ്ട്, ബി ഉണ്ണികൃഷ്ണൻ അങ്ങനത്തെ നിലപാടുകൾ മുന്നോട്ട് വെക്കാറില്ലേ? ഞാൻ എപ്പോഴും അങ്ങനെ നിലപാടുകൾ പരസ്യമായിട്ട് പറയുന്ന ഒരാളാണ്. ഞാൻ എന്താണെന്ന് അറിയോ, ഇപ്പോൾ ഐ എം ആക്ച്വലി ഓൺ എ സോഷ്യൽ മീഡിയ ബ്രേക്ക്. ഓക്കെ, എനിക്കൊന്നും ജാനകിയമ്മയുടെ ആ സംഗതിക്കാണ് ഞാനൊരു പോസ്റ്റ് അവസാനം ഇട്ടത്. നെയ്മർ, ജാനകിയമ്മ, രണ്ട് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കുറച്ച് നാൾ ഡീആക്ടിവേറ്റ് ചെയ്യും ഒക്കെ ചെയ്തു. ഞാൻ ട്രാവലിലും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സംഗതിയിലും ഒക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും എനിക്കത് ഇടാനായിട്ടുള്ള ഒരു സംഗതി എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവല്ല ഇപ്പോൾ അതിനകത്ത്. സോ ഞാനിവിടെ സ്ഥലത്തുമില്ലായിരുന്നു. അതൊന്നും അതിനകത്തുള്ളൊരു എക്സ്ക്യൂസായിട്ടല്ല ഞാൻ പറയുന്നത്. പിന്നെ അയ്യോ അത് ഞാനിവിടെ ഉണ്ടായിരുന്നെ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മളുടെ സോളിഡാരിറ്റി എന്ന് പറയുന്നത് കാണിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. യു വിത്ത് ദി സ്റ്റുഡൻസ്, സംശയം എന്താ അതിനകത്ത്? അങ്ങനെ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. നമ്മൾ ഇതുപോലെ അടിത്തട്ടിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമല്ലോ. നമ്മളൊരു സിനിമാ സെറ്റിൽ ബി ഉണ്ണികൃഷ്ണൻ്റെ സെറ്റ് എങ്ങനെയാണ്? അതായത് ഈ നിയമങ്ങൾ പാലിക്കും എന്നത് വ്യക്തമാണോ? 1 മണിക്ക് കൃത്യം ബ്രേക്ക് വയ്ക്കുന്ന ആളാണോ? 12 മണിക്കൂർ ഇത് ഉണ്ടാവില്ല? അവിടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അതിന് ചോദ്യം വരുമല്ലോ. ചോദ്യം വരുന്നതല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ പണ്ട് മുതലേ അങ്ങനെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് തിരക്കാം, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുമായിട്ട് തിരക്കാം. അവരെല്ലാം സന്തോഷവാന്മാരും സന്തോഷവതികളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ റിവ്യൂവേഴ്സിൻ്റെ കാര്യങ്ങൾ, ഈ അതിര് വിട്ടു പോകുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പലതും ബോഡി ഷെയ്മിങ് ആകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കളുടെ ഉൾപ്പെടെ KFPയിൽ ഉൾപ്പെടെ പരാതികളായിട്ട് വരെ പല പ്രൊഡ്യൂസേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളുടെ സിനിമയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ ബാക്ക്ലാഷസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആറാട്ടിൻ്റെ സമയത്ത് താങ്കൾ റിവ്യൂ ബോംബിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. റിവ്യൂ ബോംബിങ് ഇപ്പോഴും ചർച്ചയാണ്. അപ്പം ഏറ്റവും ഒടുവിൽ താങ്കളുടെ സിനിമകൾക്ക് ഉൾപ്പെടെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായി. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ റിവ്യൂവേഴ്സ്? അല്ല, അതിന് നമ്മൾ റിവ്യൂ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് ഒരു കാണുന്ന ആളുടെ അവകാശത്തിൽപ്പെടുന്ന ഒരു സംഗതിയല്ലേ. അതിനകത്ത് പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ മനോധർമ്മമാണ്. അത് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ, അങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ
ഈ എല്ലാ റിവ്യൂവിൻ്റെ അടുത്തും എല്ലാ വിമർശനവും ഒരു സെറ്റ് ധാരണകൾക്ക് മുകളിലാണ് നടക്കുന്നത്. ആ പണി നന്നായി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ടും സിനിമയെക്കുറിച്ചാണെങ്കിലും ആളുകളെക്കുറിച്ചാണെങ്കിലും ചില ധാരണകളുണ്ട്. ആ ധാരണകളുടെ മുകളിലാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നിഷ്പക്ഷം എന്നൊന്നും പറയാനായിട്ട് അങ്ങനെ സംഗതി ഇല്ല. നമ്മുടെ ബോധ്യം പറയുക എന്നുള്ളതാണ്. ബോഡി ഷെയിം ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതിനൊന്നും എതിരെയല്ല, മനസ്സിലായോ? നമുക്കത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യവുമല്ല. നമ്മളതിനെക്കുറിച്ച് ബേജാറായിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ താഴെ വരുന്ന കമൻറ്റുകൾ എന്തായിരിക്കും? ഇത് മുഴുവൻ കേട്ടിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പറയുന്നത്. മുൻവിധികളോടുള്ള കമൻറ്റുകൾ ഉണ്ടാവാം എന്നല്ല. പക്ഷെ അതൊന്നും നമ്മൾ അതിനോടൊന്നും ക്വാറൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സിനിമയുടെ മുമ്പോട്ടുള്ള പോക്കിൽ സാങ്കേതിക വിദ്യയും ഇതും ഇപ്പോൾ ടൈമാണല്ലോ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വൈകുന്തോറും നിങ്ങളുടെ പ്രസക്തി കുറഞ്ഞു വരികയാണ്. ബി ഓൺ ടൈം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ യു ആർ ഓൾവേസ് ഓൾറെഡി ലേറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ അവസ്ഥ. ആർക്കും ഓൺ ടൈം ആവാൻ പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഓൺ ടൈം ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വൈകൽ കുറയ്ക്കാനായിരിക്കും റിവ്യൂവേഴ്സ് നോക്കുന്നത്. ഈ വൈകൽ കൂട്ടാനാണ് നിർമ്മാതാക്കൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടായിരിക്കും ഒരു സിനിമയെക്കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട് അതിനകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ കാണണമെന്ന് വിചാരിക്കുന്ന ചില സിനിമ നമ്മൾ കാണാതെ പോകും. അതെ, കാണുമ്പോൾ അയ്യോ ഇതിങ്ങനെയല്ലോ ഞാൻ കേട്ടത് എന്ന് തോന്നാം. ഇനി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചിലപ്പോൾ ഇഷ്ടം കുറയാം. കാരണം നിങ്ങൾ കുറച്ചുകൂടി പ്രീസെറ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ കുറച്ച് അധികം ലെയറുകളിലൂടെയാണ് നമ്മുടെ കാഴ്ച നടക്കുന്നത്. അതിനെ നമ്മൾ ക്വാറൽ ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മളുടെ സിനിമയുടെ മുമ്പോട്ടുള്ള പോക്കിലെ ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെങ്ങനെ നമുക്കിതൊന്ന് സോർട്ട് ചെയ്യാൻ പറ്റുക? അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടാറില്ല. കാരണം സോഷ്യൽ മീഡിയ ഒന്നും കാര്യം ഒന്നും തടയാനും പറ്റത്തില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് ഒരു ബ്രീത്തിങ് സ്പേസ് വേണം, ഒരു 3 days അല്ലെങ്കിൽ ഒരു വീക്കെൻഡ്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ മൺഡേ തൊട്ട് റിവ്യൂ ചെയ്തു. ഇസ് ഇറ്റ് പോസിബിൾ? അങ്ങനെ പണ്ട് ഇന്ത്യ വിഷൻ ഉണ്ടായപ്പോൾ മനീഷ് നാരായണൻ്റെ ഒരു ബോക്സ് ഓഫീസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ശനിയും ഞായറും എന്തോ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു, സംവിധായകരുണ്ടായിരുന്നു, ആളുകൾ വെയിറ്റ് ചെയ്യായിരുന്നു പ്രോഗ്രാം കാണാൻ. അപ്പോൾ അത് നമുക്ക് അത്തരം ആഗ്രഹങ്ങൾ പറയാമെന്നല്ലാതെ അത് എത്രത്തോളം പ്രായോഗികമാവും എന്നെനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ റിവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം കണക്കിലെടുക്കേണ്ട ഒരു വലിയ സംഭവം അതിനകത്തുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിനപത്രത്തിൽ ഒരു റിവ്യൂ എഴുതുന്നു, ഒരു വാരികയിൽ. ഇപ്പം കോഴിക്കോടൻ പണ്ട് റിവ്യൂ ചെയ്തു, പ്രശസ്തമായ റിവ്യൂ ആണ്. മനോരമയിലോ മാതൃഭൂമിയിലോ ഒക്കെ നിങ്ങൾ റിവ്യൂ ചെയ്തു. നിങ്ങൾ ഒരാൾ വായിച്ചാലും 20 ലക്ഷം പേര് വായിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് 1000 രൂപയാണ് അല്ലേ ആ റിവ്യൂവിന്? അതെ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എത്രയോ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് 750 രൂപ 500 രൂപയാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എത്ര പേര് വായിച്ചു? ഈ നിങ്ങളുടെ ലേഖനം 25,000 പേര് വായിച്ചു എന്നുള്ളത് ബാധകമല്ല അല്ലേ? ഇപ്പം ഓൺലൈൻ ജേർണൽസ് ഉണ്ട്, അവിടെ നമ്മൾ എഴുതാറുണ്ട്. ട്രൂ കോപ്പി തിങ്കിലൊക്കെ ഞാൻ എഴുതാറുണ്ട്. അത് എത്ര മില്യൺ ആളുകൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രപ്പോർഷനേറ്റായിട്ട് എനിക്കൊരു ബെനിഫിറ്റ് ഇല്ല. റിവ്യൂവർ ഒരു ക്രിട്ടിക്കിനില്ല, ഉണ്ടായിരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ? വ്യൂവേഴ്സ് അനുസരിച്ച് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാണ്. അപ്പോൾ മോണിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൈമറി കണ്ടൻറ് ആരുടെയാണ്? അൾട്ടിമേറ്റ്ലി ഇത് സിനിമയാണ്. സിനിമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊരു ഡെറിവേറ്റീവ് കണ്ടൻറ്റാണ്. അതെ അല്ലേ? ഒരു ഡെറിവേറ്റീവ് കണ്ടൻറ്റ് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ഈ കണ്ടൻറ്റിൻ്റെ കോപ്പിറൈറ്റ് ഹോൾഡറുടെ അനുവാദം വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് കോപ്പിറൈറ്റ് നിയമമാണ് ചോദിക്കുന്നത്. A platform like YouTube or Facebook is paying you for what? For a secondary content which is dependent on a primary content.
ആ പ്രൈമറി കണ്ടൻറ്റിൻ്റെ കോപ്പിറൈറ്റ് ഹോൾഡർ വേറൊരാളാണ്. അയാളുടെ ടൈറ്റിൽ, അയാളുടെ കഥ, അയാളുടെ സിനിമയിൽ അഭിനയിച്ച ആളുകൾ, അവരുടെ കുറവുകൾ, സിനിമയുടെ കുറവുകൾ, ഇതാണ് നിങ്ങളുടെ കണ്ടൻറ്റ്. നിങ്ങളതിനെ മോണിറ്റൈസ് ചെയ്യുക ചെയ്യും. അപ്പം നിങ്ങൾ വരുമാനം ഉണ്ടാക്കുക ചെയ്യുന്നു. സബ്സിക്വൻ്റ്ലി ഇവിടെ കോപ്പിറൈറ്റ് ഹോൾഡറിന് ഡാമേജും സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ റിവ്യൂ ചെയ്യുക, സ്റ്റോപ്പ് മോണിറ്റൈസിങ്. മോണിറ്റൈസേഷൻ വേണ്ടെന്ന്, നിങ്ങൾ റിവ്യൂ ചെയ്യും. നിങ്ങൾ എത്ര ഹാർഷായിട്ട് വേണമെങ്കിൽ റിവ്യൂ ചെയ്യേ, മോണിറ്റൈസ് ചെയ്ത പരിപാടി നിർത്തുക പറ്റൂ. അവിടെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ മോട്ടീവുകൾ വരുന്നത്. ഐ ഹാവ് എ ഡൗട്ട്. അതോടൊപ്പം തന്നെ ഒരു സജഷനും. അതായത് ആ ആദ്യത്തെ പകുതി എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ലേഖനം എഴുതുന്നത് എത്ര പേര് കണ്ടാലും ആവില്ല. പക്ഷെ അതെനിക്കൊരു പുതിയ തോട്ടാണ്, ഇപ്പോൾ വന്ന തോട്ടാണ്, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ദാറ്റ്സ് ഓൾസോ ഗ്രേറ്റ് സൈറ്റ്. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഇസ്, ഇതേ പ്രൊഡ്യൂസേഴ്സ് പോസിറ്റീവ് റിവ്യൂ വരുമ്പോൾ കട്ട് ചെയ്ത് പ്രൊമോഷണൽ കണ്ടന്റ് ആക്കി. പ്രൊഡ്യൂസേഴ്സിൻ്റെ അബറേഷൻസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് പോസിറ്റീവ് വരുമ്പോൾ ഇടുകയോ നെഗറ്റീവ് വരുമ്പോൾ കളയുകയോ പോലീസ് കേസ് കൊടുക്കുകയോ മാനനഷ്ട കേസ് കൊടുക്കുകയോ ഒന്നും എൻ്റെ വിഷയമല്ല. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നു, നിങ്ങൾ പോയി മാനനഷ്ട കേസ് കൊടുക്കും. ഞാൻ കോപ്പിറൈറ്റ് അവകാശങ്ങൾ, അതായത് പകർപ്പവകാശത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലെ എഴുത്തുകാർക്ക്, സിനിമ എഴുത്തുകാർക്ക്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സിന് ഒരു കോപ്പിറൈറ്റ് സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അത് നടപ്പിൽ വരിക. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റേത് വളരെ നിയമപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇങ്ങനെ മോണിറ്റൈസ് ചെയ്യുന്ന റിവ്യൂവേഴ്സ് പറയുകയാണ്, അതിലൊരു പോയിൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് പൈസ വേണ്ട, അവർ തയ്യാറാവുമോ? കാര്യം അവരുടെ പ്രശ്നം എന്താ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അവർ കാണുന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അവർക്ക് ജോനത്തിനെ അറിയണം, അറിയിക്കൂ. പക്ഷേ ഡോണ്ട് ഗെറ്റ് പെയ്ഡ്, പൈസ വാങ്ങരുത്. വൈ വോണ്ട് ടു ടേക്ക് മണി ഔട്ട് ഓഫ് എ പ്രൈമറി കണ്ടന്റ്? ഇതൊരു നിയമപരമായിട്ടുള്ള സംഗതിയാണ്, ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സംഗതിയാണ്. ഐ ഫൈൻഡ് ദാറ്റ് വാലിഡ്. പക്ഷേ സ്വാഭാവികമായിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ഐ തിങ്ക് ഒരു ഇവിടെ കമേഴ്ഷ്യൽ കോർട്ടിലൊരു കേസ് വന്നിട്ടുണ്ട് ഈ രീതിയിൽ. ഓക്കെ, നിങ്ങളിൽ പറയാതെ പോയ കഴിക്കാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യൂ. ഓക്കെ, പോസിറ്റീവ് ഇട്, നിങ്ങൾ അഗ്രസീവ് ആവ്. നിങ്ങൾ എത്തിക്കലി എങ്ങനെ പൈസ ഉണ്ടാക്കും? ഓക്കെ, അതിന് എനിക്കൊരു മറുവാദം. വാട്ട് ദേ കൻ സേ ഇസ്, അവരും ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. എങ്ങനെ ജോലി? റിവ്യൂവിംഗ് ഇസ് ഓൾസോ ജോബ്. അപ്പോൾ പിന്നെ പത്രത്തിൽ എഴുതുന്നവർ ചെയ്യുന്നത് എന്താ? യു ആർ ഓൾസോ ഗെറ്റിംഗ് പെയ്ഡ്. എത്ര? ഇൻ പ്രപ്പോർഷൻ ടു യുവർ ലീഡർഷിപ്പ്? അത് ഡിപ്പെൻസ്, റൈറ്റ്? യെസ്. അപ്പോൾ എന്താ സംഭവം? ഇവർ പറയുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂവിനാണ് റീഡർഷിപ്പ് കൂടുന്നത്. അൽഗോറിതം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് ഇതിനകത്ത്. ആളുകളിലേക്ക് എത്തുന്നത് എന്താണ്? അൽഗോറിതമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് അൽഗോറിതം ഡ്രിവൺ. അപ്പം നിങ്ങളുടെ റിവ്യൂവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നിങ്ങളുടെ വ്യൂവർഷിപ്പ് വരുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ടൻറ്റ്, ഡിജിറ്റൽ കണ്ടന്റ്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പാട്ട് യൂട്യൂബിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സ്ട്രൈക്ക് കിട്ടുന്നത്? എങ്ങനെ കിട്ടുന്നത്? എൻ്റെ ഓണേഴ്സ് സ്ട്രൈക്ക് കൊടുക്കും. സെയിം തിങ്. സിനിമ ടൈറ്റിൽ നിങ്ങൾ പറയുന്നു, കഥ പറയുന്നു, അതിൽ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നു, അഭിനേതാക്കളെക്കുറിച്ച് പറയുന്നു. പക്ഷെ നമ്മൾ പാട്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടില്ല. ഇങ്ങനെ പാട്ടിടുമ്പോഴാണല്ലോ കോപ്പിറൈറ്റ് കിട്ടുന്നത്, സിനിമ ഇടുമ്പോഴും കോപ്പിറൈറ്റ് കിട്ടും. പാട്ടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടില്ല. അല്ല, ഞങ്ങൾ പറയുന്നത് ദിസ് ഈസ് എ നരേഷൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? പാട്ടിനെ കുറിച്ച് ഒരു ഇപ്പം അത്തരമൊരു റിവ്യൂ ചെയ്ത് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ പാട്ടുകാർക്ക് ഇത് ആർഗ്യൂ ചെയ്യാം. ഓക്കെ, ആർഗ്യൂ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ലളിതമായിട്ട് ഇത് കാണരുത്. ഞാൻ പറയുന്നത് വളരെ ലോജിക്കലായിട്ട് ആലോചിക്കും. ഇപ്പം ഒരു സിനിമ അതിൻ്റെ റിവ്യൂ ഉണ്ട്, ആ സിനിമയുടെ പ്രൈമറി കണ്ടന്റ് ഈ സിനിമ ഇല്ലെങ്കിൽ ആ റിവ്യൂ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇയാൾ ഈ സിനിമ 100 രൂപയോ 200 രൂപ കൊടുത്ത് കണ്ടിട്ട് വന്ന് ഇയാളുടെ സെറ്റപ്പിൽ ഇരുന്നിട്ട് ഇയാളിത് എയർ ചെയ്യാണ്. ആൻഡ് യു ആർ പെയ്ഡ് ഫോർ ദാറ്റ്. എത്ര വ്യൂവർഷിപ്പ് കൂടുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണ്. അപ്പം നിങ്ങൾ പാരസൈറ്റാണ് ശരിക്കും. നിങ്ങളൊരു പ്രൈമറി കണ്ടന്റിൽ പാരസൈറ്റിക് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെ, അതിന് നിയമപരമായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. സീരിയസ് കോടതി തീരുമാനിക്കട്ടെ.
ഐ അഗ്രി. പക്ഷെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഞാൻ മറുഭാഗമായിട്ടോ പറയുന്നത്. അതായത് ഈ പല സിനിമകളും പല റിവ്യൂവേഴ്സ് കാരണം ആളുകളിലേക്ക് എക്സ്പോഷർ എത്തുന്ന സിനിമകളുണ്ട്. പൂർ മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഫണ്ടിലായിരിക്കാം, പലതും ആയിരിക്കാം. പോസിറ്റീവായിട്ട് വരുന്നത് ഉൾപ്പെടെ നെഗറ്റീവായിട്ട് പറയുന്നതിലാണ് കൂടുതൽ റീച്ച് എന്നുള്ളതിൽ ഞാൻ 50% ചോദിക്കുന്നു. പക്ഷേ അല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ. അവർ തന്നെ അവരുടെ ഒരുമിച്ചിരുന്നുള്ള ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് കൂടുതൽ നമുക്ക് റീച്ച്. അത് സ്വാഭാവികമല്ലേ റീച്ച്. എനിക്ക് അതിനും ക്വാറലില്ല. ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഇൻ ഹാൻഡിൽ പോകേണ്ട കാര്യങ്ങളല്ലേ, റിവ്യൂസും ഇതും. ഇറ്റ് ഷുഡ് ഗോ ഇൻ ഹാൻഡ്, റൈറ്റ്? ഞാൻ റിവ്യൂ വേണമെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ല, പിന്നെ ഞാൻ പറഞ്ഞത് ഇവർക്ക് നെഗറ്റീവായിട്ട് പറയുന്നത് ഇന്ന ആളെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മോണിറ്റൈസേഷൻ എന്നുള്ള സംഗതിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കോപ്പിറൈറ്റ് ഹോൾഡറിന് അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാ പൈസ കിട്ടുക? ഇവരും ചെയ്യുന്ന ജോലിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? യൂട്യൂബ് പറയട്ടെ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്? ഓക്കെ, ഇവരല്ലല്ലോ അതിനകത്ത് കക്ഷി. അവരാണോ കക്ഷി? നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഹു ഓതറൈസസ്. ഇനി രണ്ടാമത്തെ സംഗതിയുണ്ട്. ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നൊരു പരിപാടിയില്ലേ? അതിൻ്റെ ബാധ്യത ആർക്കാ ബാധ്യത? പ്രൊഡ്യൂസറിനാണ്, ഉറപ്പായിട്ടും. അഫക്റ്റഡ് ആളുകൾക്കാണ്. അതെന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് അൽഗോരിതം ഉണ്ട്, നിങ്ങൾ കണ്ടന്റ് പുഷ് ചെയ്യും, നിങ്ങൾ സ്പേസ് കൊടുക്കും, പക്ഷെ നിങ്ങൾ മോണിറ്റർ ചെയ്യില്ല. അത് നിങ്ങളൊരു റിക്വസ്റ്റ് തന്നാൽ നിങ്ങൾ പിന്നീട് ആലോചിച്ചിട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. അപ്പോഴത്തേക്ക് എല്ലാവരും കാണും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വേണ്ടേ? നിങ്ങൾ ഒരു കണ്ടന്റ് പുഷ് ചെയ്യുന്നു, നിങ്ങളുടെ അൽഗോരിതം അല്ലേ? നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നു, നിങ്ങൾ എൻകറേജ് ചെയ്യുന്നു. ഇത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പേ ചെയ്യും, ഇത്ര പേര് ഇത്ര ഡ്യൂറേഷനിൽ കണ്ടാൽ ഞാൻ ഇത്രയും പേ ചെയ്യും. സോ ടാരിഫ് ഉണ്ട് അവിടെ. അങ്ങനെയുള്ള നിങ്ങൾക്ക് കണ്ടൻറ്റിൻ്റെ മേലിൽ യാതൊരു വിധത്തിലും കോപ്പിറൈറ്റ് ഹോൾഡറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാട് നിയമപരമായി നിലനിൽക്കുന്ന കോടതി പറയുകയാണെങ്കിൽ പിന്നെ ഈ ആർഗ്യുമെൻ്റ് ഇല്ല. ഐ തിങ്ക് ദാറ്റ്സ് എ പോയിന്റ്, നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോയിൻ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല രീതിയിലും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഇത്രയും വളരെ എന്താ പറയുക, ലോജിക്കലി ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, ഇതിൻ്റെ മോണിറ്റൈസേഷൻ ആംഗിളിൽ ഇത്രയും ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ അതുകൊണ്ടാണ് എനിക്കിതിൽ കോപ്പിറൈറ്റ് മേഖലയിൽ അത്രയും ഞാൻ പ്രവർത്തിച്ചുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് ഒരുപാട് ആളുകളുമായിട്ട് ചർച്ച ചെയ്തു എൻ്റെ ഈ ആശയം. അപ്പോൾ അവരെല്ലാവരും അതിനകത്തൊരു കഴമ്പുണ്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ റിവ്യൂ ബാൻ എന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുക, 10 ദിവസം കഴിഞ്ഞ് ചെയ്യുക, അതൊന്നും ആവശ്യമില്ലെന്ന്. കാര്യമില്ല, അതിനകത്ത് യാതൊരു കഴമ്പുമില്ല പറയുന്നത്. നിങ്ങൾ എൻ്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് എന്നോട് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യമുള്ളത് അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായവുമാണ്. അതിനകത്ത് എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ അഭിപ്രായം സ്വീകാര്യ ആവുമ്പോഴാണല്ലോ നിങ്ങളൊരു റിവ്യൂർ എന്ന നിലയിൽ പോപ്പുലറാണ്, അല്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെ റിവ്യൂവിന്. അങ്ങനെ ചെയ്യുന്ന റിവ്യൂകളിൽ പലതും ഒതൻറ്റിക് ആയിട്ടുള്ള റിവ്യൂസുമാണ്. എനിക്കതിനകത്തൊന്നും ഒരു ക്വാറലും ഇല്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ വരേണ്ട ഒരു മാറ്റം, ഞാൻ 2 ചോദ്യം കൂടി വെച്ച് അവസാനിപ്പിക്കാം. ഈ സിനിമയിൽ ഇപ്പോൾ പോകുന്ന രീതി വളരെ കൺഫ്യൂസിങ് ആണ്. അതായത് ഇപ്പോൾ ഈ മാസം നമ്മൾ എടുത്തു നോക്കി ഇഷ്ടംപോലെ റിലീസുകളുണ്ട്. ഞാൻ പറയുന്നത് ഓണമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഒരാഴ്ചയിൽ 3-4 സിനിമകൾ റിലീസാകും. ചിലർക്ക് തിയേറ്ററുകൾ കിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്, ചിലർക്ക് ലോങ് റൺ കിട്ടില്ല എന്ന് പരാതിയുണ്ട്, ചിലർക്ക് ഇന്ന ടൈം സ്ലോട്ട് കിട്ടില്ല എന്ന് പരാതിയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പരാതിയുണ്ട്. മിക്സ്ഡ് അപ്പ് ആണോ സിറ്റുവേഷൻ, ഓർ ഇത് നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ട്? അല്ല, നമുക്ക് ഏറ്റവും കളക്ഷൻ വരുന്ന സമയമാണല്ലോ ഓണം, വിഷു. അപ്പോൾ ആ സമയത്ത് റിലീസ് ചെയ്യാൻ ഒരുപാട് പേര് പ്രിപ്പയർഡ് ആവും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അതിനാണ് നമ്മൾ ക്ലാഷ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രി കൂട്ടായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അതർ വേർട്ടിക്കൽസിൽ നിന്നുള്ള റവന്യൂ വളരെയധികം കുറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ തിയേറ്ററാണ് നമുക്ക് മെയിൻ. അപ്പം അതിനെ മാക്സിമം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളത് ഇൻഡസ്ട്രി ആലോചിക്കുകയും
എല്ലാവരും കൂടി ഒരു ധാരണയും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നമുക്കല്ല, ഞാൻ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അതൊരു പ്രൊഡ്യൂസറുടെ ഡിസിഷനാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു നോം സെറ്റ് ചെയ്താലും ചിലർക്ക് ആ നോമുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എൻ്റെ പടം ഓണത്തിന് വന്നാൽ ഏറ്റവും മികച്ചതാവും എന്നുള്ള ധാരണയിലല്ലേ എല്ലാവരും നിൽക്കുന്നത്. എൻ്റെ പടം ഇത്തിരി മോശമാണ്, മാറ്റിയേക്കാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? വളരെ കുറച്ച് ആളുകളെ, ഒരു വലിയ പടങ്ങൾ വരുമ്പോൾ ചെറിയ പടമാണ് ഒന്ന് മാറ്റി വയ്ക്കാം എന്നൊക്കെ ആലോചിക്കുള്ളൂ. പക്ഷേ വലിയ പടങ്ങളുമായിട്ട് വരുന്നവരെല്ലാം നമ്മളെന്തിനു മാറണം എന്ന് ചോദിക്കും. അതുകൊണ്ട് അതിനൊരു നോമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാം റിലീസസ് എന്ന് തോന്നുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം, ഐ ജസ്റ്റ് വാണ്ട് യു ടു കമൻറ്റ്, പ്രത്യേകിച്ച് ഈ ഓണത്തിന് വരുന്ന 3 പ്രധാനപ്പെട്ട പടങ്ങളാണ്. ഒന്ന് ഫോളിയുടെ ചിത്രം ബത്ലഹേം, മറ്റൊന്ന് തുടക്കമുണ്ട്. ഞാൻ പറഞ്ഞ ഓണത്തിന് റിലീസായിട്ട് 3 മേജർ സിനിമകളാണ്. ഒന്ന് നിവിൻ ചിത്രം, ഒന്ന് പൃഥ്വിരാജ് ചിത്രം, ഒന്ന് ദുൽഖർ ചിത്രം. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് യു ആർ അവെയർ അബൌട്ട് ഇറ്റ്. സ്വാഭാവികമായിട്ടും ഫാൻസ് മാത്രമല്ല ഒരു ഹൈപ്പ് ഞാൻ അങ്ങനെ നോക്കാറില്ല. പക്ഷെ എന്നാലും ഒരു എക്സ്പെക്ടേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രധാനപ്പെട്ട ആളെന്ന രീതിയിൽ പല ജോണറിൽ നിൽക്കുന്ന സിനിമകൾ. എല്ലാ സിനിമകളും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാ സിനിമയും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നതിന് കാര്യങ്ങളുണ്ട്. കാര്യം എല്ലാം സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ആളുകളാണ്. പിന്നെ ഈ ഗിരീഷ് ഷേഡിയുടെയൊക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സിനിമകളാണ്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ എന്താണ് ഖലീഫ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു ആക്ഷൻ ടെംപ്ലേറ്റുള്ള അതേ ടെംപ്ലേറ്റിലുള്ളൊരു പടമാണ് ഐ ആം ഗെയിം. നഹാസ് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളാണ്, ദുൽഖർ അടുപ്പമുള്ള ആളാണ്. അതുപോലെ ജിനു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, വൈശാഖ ഏറ്റവും അടുത്ത സുഹൃത്താണ്, രാജു, നിവിൻ, ഗിരീഷ്, ദിലീഷ് പോതൻ, ഇതിൽ എല്ലാവരും നന്നാവണ്ടേ നമുക്ക്? ശ്യാം പുഷ്കർ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ, അതുണ്ട്. സോ എല്ലാ പടങ്ങളും നന്നാവണം എന്ന് തന്നെയാണ് നമ്മൾ. പക്ഷേ സിനിമ അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കും, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ആ അനിശ്ചിതത്വമായിരിക്കാം നമ്മൾ സിനിമയെ ഇത്രത്തോളം മാജിക്കലാക്കുന്നത്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചർച്ചകൾ സ്വാഭാവികമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഇതിലിടപെട്ടിട്ടുണ്ടാവും എന്ന കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ പോലുള്ള ഈ അഭിമുഖം കാണുന്നവർക്കും അറിയായിരിക്കും. പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നടന്നിട്ടുള്ള പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇടപെട്ടിട്ടേ ഇല്ല. ഫോർ യുവർ ഇൻഫർമേഷൻ, സീരിയസ്ലി ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളത് അതെനിക്ക് ഷോക്കിംഗ് ആണ്. ഇടപെട്ടിട്ടേ ഇല്ല. അതിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റിനോ എൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും പോയിട്ടില്ല ഇതുവരെ. ഇടപെട്ടിട്ടേ ഇല്ല. എന്തിടപെടാനാണ്? അത് അവരെ പരിഹരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതിലൂടെ ഒന്നും പറയാം. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പ്രിയപ്പെട്ടവർ ഉള്ളൊരു സംഘടന. ഇല്ല, ഞാൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെ പ്രഷറും താങ്കൾക്ക് മേലുണ്ടായിട്ടില്ല? എന്തിനാ പ്രഷർ? അങ്ങനെ നമ്മൾ ഇടപെടേണ്ട ഒരു സാധ്യതയെക്കുറിച്ച് ഒരിക്കൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഞാൻ ആലോചിച്ചപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നോട് പറഞ്ഞ് ഇടപെടേണ്ടെന്നാണ് പറഞ്ഞത്. ആ സംഘടന അങ്ങനെ അവർ തന്നെ സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ തീരുമാനം എടുക്കുന്നു എന്നർത്ഥം. അങ്ങനെയല്ല. അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കാറുണ്ട്. അവരുടെ സമ്മതം വാങ്ങിച്ചിട്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അപ്പോൾ അവർ ഇടപെടേണ്ട എന്നാണ് നമ്മളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒരു ഡിസിഷൻ. അതിന് മുമ്പും ഞാൻ അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഒരു ക്ലാരിഫിക്കേഷൻ ഈ പുതിയ ആകെ എനിക്ക് തോന്നുന്നു ഈ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അൻസിബ എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാര്യങ്ങൾ തിരക്കാനായിട്ടൊരിക്കൽ ഞാൻ പോലീസിൽ വിളിക്കുകയും ചെയ്തു. കാര്യം അവർ നമ്മുടെ സഹപ്രവർത്തകരാണ്, അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അറിയാനായിട്ട്. അത് ആര് വിളിച്ചാലും നമ്മൾ ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പം അൻസിബ അവൾ വിളിച്ചിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു തനിയെ നിലനിൽപ്പുള്ളൊരു സംഘടനയാണ്. അവർക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്. അവിടെ എല്ലാം നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിട്ടുള്ള ആളുകളല്ലേ ഉള്ളത്, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവർ തീരുമാനിക്കട്ടെ. ഇല്ല, ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ലാലേട്ടൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തായിക്കോട്ടെ, അതിന് മുമ്പ് ഇന്നസെൻ്റ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തായിക്കോട്ടെ, ഈ ഫെഫ്കെ അമ്മയൊക്കെ നല്ലപോലെ സഹകരണത്തിൽ പോയിക്കൊണ്ടിരുന്ന സംഘടന. തീർച്ചയായിട്ടും അതെ. ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്നസെൻ്റ് നമ്മളോട് പറയുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു ഇന്നസെൻ്റ് ഏട്ടനോട്. പിന്നെ ലാൽ സാർ ഉള്ളപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ അത് ഞങ്ങളൊരു വ്യക്തിപരമായ ബന്ധവും കൂടി വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പക്ഷേ അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയുന്നത് ഇടപെടുമായിരുന്നു. ഇടപെടുന്നു പറഞ്ഞാൽ
ചില ചർച്ചകൾ ഉണ്ടാവും അതെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ ഭാരവാഹിത്വം മാറിയതുകൊണ്ടാണോ അങ്ങനെ? ഭാരവാഹിത്വം മാറിയതുകൊണ്ട് മാത്രമല്ല, പിന്നെ നമ്മുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ബന്ധപ്പെടാമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കോളം അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളതിന് ഇപ്പം അൻസിബ വിളിച്ചപ്പോൾ ഞാൻ ആ കാര്യത്തിനകത്ത് പ്രതികരിച്ചില്ലേ, അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും വിളിക്കും. ഇപ്പം അതിനകത്ത് ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ചിട്ട് പറയാറുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കുക. പക്ഷേ അതിനുള്ള ഒരു സ്പേസ് ഫെഫ്ക എടുക്കണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ആ സംഘടന അത് ഇവോൾവ് ചെയ്യട്ടെ അല്ലേ, നിലനിൽക്കേണ്ട ശക്തമായി നിലനിൽക്കേണ്ട ഒരു സംഘടനയാണെന്ന് അതിലെ അംഗങ്ങൾക്ക് ബോധ്യം ഉള്ള സ്ഥിതിക്ക് അതിനാവശ്യം വേണ്ട തിരുത്തുകൾ വരുത്തി അവർ തന്നെ അതിനെ വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരട്ടെ. അതിലൊരു ലേണിംഗ് പ്രോസസ്സ് ഇല്ലേ, അത് നോക്കട്ടെ. സ്റ്റിയറിംഗ് കമ്മിറ്റി എതിർത്തപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ തിരക്കി? അല്ല, അതൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സംഘടനയുടെ കാര്യങ്ങളിലും ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ നമുക്ക് ഇടപെടണോ എന്നുള്ളത് ചോദിക്കുക. ഒരു ഘട്ടത്തിൽ ഈ ചർച്ചകൾ വല്ലാതെ വർഗീയവൽക്കരിക്കും. അതിൽ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സിനിമയിൽ അത് പാടില്ല, സിനിമയിൽ നല്ല ഒരിടത്തും പാടില്ല, സിനിമയിൽ അതില്ല. അത്തരത്തിലുള്ളൊരു ധ്രുവീകരണം ഇവിടെ ഉണ്ടാവരുത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷെ ഞങ്ങൾ അതിനെ ഗൗരവമായിട്ടെടുത്തില്ല. കാരണം 18,000-ഓളം ഇപ്പോൾ ടെലിവിഷൻ മേഖല ഉൾപ്പെടെ 10-15,000 പേരുള്ളൊരു സംഘടനയാണ് ഞങ്ങളുടെ ആക്റ്റീവായിട്ട്. അല്ലാതെ ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളുടെ ബൈലോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ മതമോ ജെൻഡറോ ഒന്നും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കരുതെന്ന്. ഇപ്പം ഞങ്ങൾ ഫെഫ്കയുടെ ഭരണസമിതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അതായത് CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, RSSകാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാം എന്താ ചെയ്യണം, രാഷ്ട്രീയം അവിടെ വയ്ക്കൂ. നമ്മൾ ഇതിനകത്ത് സിനിമയിലെ തൊഴിലാളി എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി മാത്രം നമുക്ക് സംസാരിക്കാം. അതുപോലെ സെറ്റിൽ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നത് ഏത് മതക്കാരനാണെന്ന് ആരും ചോദിക്കാറില്ല, ഏത് ജാതിക്കാരനാണെന്ന് ചോദിക്കാറില്ല. മനസ്സിലായോ? പൂജ ചെയ്യുമ്പോൾ അത് സൂപ്പർസ്റ്റിഷൻ ആണെങ്കിൽ പോലും 3 മതങ്ങളുടെയും ചിഹ്നങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പൂജ നടത്തുന്നത്. അങ്ങനെ പോകുന്ന ഒരു തൊഴിലിടമല്ലേ സിനിമ എന്ന് പറയുന്നത്. ആരെയും പേര് വെച്ചോ ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സംഗതിയല്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ടവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സിനിമയാണ് നമ്മളുള്ളത്. അവിടെ വേറെ കാര്യങ്ങൾ പാടില്ല. അതുണ്ടാവാൻ സമ്മതിക്കുകയില്ല കേട്ടോ. ആര് തലകുത്തി നിന്നാലും അതുണ്ടാവാൻ സമ്മതിക്കില്ല. അത് വളരെ കൃത്യമായിട്ടൊരു നിലപാടായിട്ട് നിങ്ങൾ വെച്ചോളൂ. ഈ സിനിമയ്ക്കകത്ത് യാതൊരു വിധത്തിലുള്ള വേർതിരിവോ വർഗീയവൽക്കരണമോ ഉണ്ടാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിൽ ഫെഫ്കയിലെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരുപോലെ ഞങ്ങളെടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ ജനറൽ കൗൺസിൽ എടുത്ത തീരുമാനമാണ്. റെസിസ്റ്റ് ചെയ്യുക, ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത്. അതിനാരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് അവർക്ക് നല്ലത്. ആ ഒരു നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഒരു തർക്കമൊന്നുമില്ല. എന്തായാലും വളരെ നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. ഞാൻ ഓണം തുടങ്ങിയത് പക്ഷെ പിന്നെ താങ്കൾ ഓണം അങ്ങനെ ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്കിതിനെ പറ്റി എന്ത് വേണം, എങ്ങനെയാണ് ഇതിന് മാറ്റം ഉണ്ടാവും? അങ്ങനെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും മാറുന്നില്ല. ഇല്ല, ഓണമില്ല, പിറന്നാളുമില്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും ഓണമാവട്ടെ, അതല്ലേ വേണ്ടത്? എല്ലാ ദിവസവും ഓണമാവട്ടെ. ചില ദിവസം മാത്രം നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നത്? എല്ലാ ദിവസവും ആവട്ടെ. എല്ലാ ദിവസവും ആകുക എന്നുള്ള സ്വപ്നത്തിലാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നടക്കുന്നത്, അല്ലേ? അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയം എന്നും നിലനിൽക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം ഇല്ലല്ലോ. അതെ, എല്ലാ ദിവസവും ഓണാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.